സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലിസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ 0% പണിക്കൂലിയിൽ സ്വർണം സ്വന്തമാക്കാം. അലിസൺ ഗോൾഡ് സൂക്ക്, AM മാർക്കറ്റ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. 3-ാം വാർഷിക തിളക്കത്തിൽ ഹയ ഗോൾഡ് പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു. ഓരോ 50,000 രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 75% ഡിസ്കൗണ്ട്. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ. പോരൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്ന ജൽജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്രമക്കേടിലും അഴിമതിയിലും സമഗ്രാന്വേഷണം നടത്തണമെന്ന് LDF. വിഷയമുന്നയിച്ച് ഈ മാസം 15 ശനിയാഴ്ച ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് ജനകീയ മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൗരസമിതി എന്ന പേരിൽ കടലാസ് സംഘടന ഉണ്ടാക്കി നിലവിലെ എസ്റ്റിമേറ്റിൽ മാറ്റം വരുത്തി HD പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനു പകരം PVC പൈപ്പാക്കി മാറ്റി. ജലവിതരണ പൈപ്പുകൾ ദ്രുതഗതിയിൽ സ്ഥാപിക്കുമ്പോഴും ജലം സംഭരിക്കുവാനുള്ള ടാങ്ക് എവിടെ സ്ഥാപിക്കുമെന്നത് പോലും തീരുമാനമായിട്ടില്ല. അതോടൊപ്പം നിലവിലെ കോൺക്രീറ്റ് റോഡുകൾ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നതിനു പകരം JCB ഉപയോഗിച്ച് പൊളിക്കുകയാണ്. ഇതുമൂലം ഗതാഗത തടസ്സവും റോഡ് മുഴുവൻ നാശമാവുകയും ചെയ്യുകയാണ്. ശനിയാഴ്ച രാവിലെ 10 നടക്കുന്ന മാർച്ചിന്റെ പ്രചരണാർത്ഥം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ 2 മേഖലകളായി തിരിച്ച് വാഹന പ്രചാരണ ജാഥകൾ നടത്തും. ആദ്യ ദിവസം വൈകിട്ട് 4-ന് പൂത്രക്കോവ് കിണറ്റിങ്ങലിൽ നിന്ന് ആരംഭിച്ച് കരുവാറ്റക്കുന്ന്, തൊടികപ്പുലം, താളിയംകുണ്ട്, പോരൂർ വായനശാല, കോട്ടക്കുന്ന്, പുളിയക്കോട്, ചെറുകോട് എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി അയനിക്കോട് സമാപിക്കും. 2-ാം ദിവസം വൈകിട്ട് 4-ന് വീതനശ്ശേരി തെക്കേത്തലയിൽ നിന്ന് ആരംഭിച്ച് പട്ടണംകുണ്ട്, നിരന്നപ്പറമ്പ്, താലപ്പൊലിപ്പറമ്പ്, ചേരിപ്പറമ്പ്, പാലക്കോട്, ചുള്ളി എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി രവിമംഗലത്ത് സമാപിക്കും. വിവരാവകാശ രേഖകൾ വെച്ച് നോക്കുമ്പോഴാണ് 14ഓളം വരുന്ന ഏതോ ആളുകൾ ഒപ്പിട്ട ഒരു പൗരസമിതി എന്ന പേരിലുള്ള ഒരു അപേക്ഷയുടെ പുറത്താണ് കോടിക്കണക്കിന് രൂപയുടെ അധികം വരുന്ന എസ്റ്റിമേറ്റ് റിവിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉയർത്തിയ കാര്യങ്ങൾ ശരിയാണ് എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുന്ന മറ്റൊരു കാര്യം, ഇക്കഴിഞ്ഞ 31-ാം തീയതി പോരൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഒരു അടിയന്തര യോഗം വിളിക്കുകയുണ്ടായി. അതിനകത്ത് കോൺഗ്രസിന്റെ മെമ്പറായ സഫാറംസി എന്ന് പറയുന്ന മെമ്പർ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയം ആ ഭരണസമിതിക്ക് മുമ്പാകെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പ്രമേയത്തിനകത്ത് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിലെ ഒട്ടുമിക്ക കാര്യങ്ങളും വസ്തുതയാണ് എന്നുള്ളത് സൂചിപ്പിക്കുകയും കഴിഞ്ഞ ഭരണസമിതി യോഗം ആ പ്രമേയം അംഗീകരിക്കുകയും ചെയ്തതായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം. പ്രമേയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള വിയോജനക്കുറിപ്പുകൾ ഞങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രമേയത്തിൽ പറയുന്ന പ്രധാന കാര്യം, ഒന്ന്, ഇങ്ങനെയുള്ള ഒരു കള്ള കമ്മിറ്റി കൊടുത്ത നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ എസ്റ്റിമേറ്റ് റിവിഷൻ നടത്തിയിരിക്കുന്നു എന്നാണ് അതിൽ പറയുന്ന ഒരു കാര്യം. ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ള ഈ ജലവുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. ഭരണസമിതി അവിടെയുണ്ട്. കുടിവെള്ളമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്. ഈ കമ്മിറ്റിയൊക്കെ നിലനിൽക്കെ ഇങ്ങനൊരു പൗരസമിതി പരാതി കൊടുത്ത് അതിന്റെ ഭാഗമായി എസ്റ്റിമേറ്റ് റിവിഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കമ്മിറ്റിക്കാരെ ജനമധ്യത്തിൽ കൊണ്ടുവരാനും അതിനെതിരെ പരാതി കൊടുക്കാനും പോരൂർ ഗ്രാമപഞ്ചായത്ത് അതിന്റെ ഭാഗമായി തയ്യാറാവുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത്, ഈ പൗരസമിതി ഉൾപ്പെടെയുള്ള സംവിധാനത്തെ ഓരോരിലെ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒത്താശയോട് കൂടിയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരാക്ഷേപം. കാരണം ഇതുമായി ബന്ധപ്പെട്ട പോലീസ് പരാതി കൊടുക്കാൻ ഇതുവരെ പഞ്ചായത്ത് തയ്യാറായിട്ടില്ല. ഇവരാരാണെന്ന് അന്വേഷിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിന്റെ എല്ലാം തന്നെ ആ ഒരു പ്രമേയത്തിന്റെ കോപ്പിയും അതോടൊപ്പം തന്നെ ഈ ഒരു കള്ള കമ്മിറ്റിയുടെ ആ മിനിറ്റ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ മാധ്യമങ്ങൾക്ക് വേണ്ടി ഈ ഒരു അവസരത്തിൽ തരാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ പോരൂരിലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന വിഷയം, റോഡുകളൊക്കെ വെട്ടിപ്പൊളിച്ച് അതിനകത്ത് HD പൈപ്പ് ഇടുന്നതിന് പകരം PVC പൈപ്പാക്കി മാറ്റിയിട്ടുണ്ട്. ആ HD പൈപ്പ് മാറ്റി PVC ആക്കാനുള്ള തീരുമാനം ഞാൻ നേരത്തെ പറഞ്ഞ ഈ 10-14ഓളം വരുന്ന ആളുകൾ ഒപ്പിട്ട് കൊടുത്തു എന്ന് പറയുന്ന ഒരു നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തിനാണ് പോരൂരിൽ ഒരു പഞ്ചായത്ത് ഭരണസമിതി എന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. പഞ്ചായത്ത് ഭരണസമിതി ഒരു കാര്യത്തിലും അതിന് ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല. ഞങ്ങളുടെ റോഡുകൾ വെട്ടിപ്പൊളിച്ചിട്ടുണ്ട്, ഞങ്ങളത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രമേയത്തിൽ പഞ്ചായത്ത് ഭരണസമിതി അംഗീകരിക്കുന്നത്. പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലൂടെ പോകുന്ന റോഡാണ് ഉൾപ്പെടെ വെട്ടിപ്പൊളിച്ചിട്ടുണ്ട്, ഞങ്ങളത് അറിഞ്ഞിട്ടില്ല എന്ന് പ്രമേയത്തിൽ പറയുകയും ആ പ്രമേയം അംഗീകരിക്കുകയാണ് പഞ്ചായത്ത് ഭരണസമിതി ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കോൺക്രീറ്റ് റോഡുകളൊക്കെ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇതിന്റെ വ്യവസ്ഥ. JCB ഉപയോഗിച്ചും ഒക്കെ അത് മാന്തി പൊളിച്ച് ഓരോ പഞ്ചായത്തിലെ എല്ലാ റോഡുകളും ഗതാഗതത്തിന് പറ്റാത്ത രീതിയിലേക്ക് മാറ്റി തീർക്കുന്ന പ്രവണതയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റി അംഗം AP ഫിറോസ് ബാബു, CPM ലോക്കൽ സെക്രട്ടറി M മുജീബ് റഹ്മാൻ, M മുരളീധരൻ, ചന്ദ്രൻ നീലാമ്പ്ര, കണ്ണിയൻ കരീം, AK ഫൈസൽ, K ഇബ്രാഹിം, P കുട്ടിയാമു എന്നിവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 12,000 രൂപയുടെ സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ.
ഹൃദയത്തിലേറ്റിയ വണ്ടൂരിന് നന്ദി. വണ്ടൂർ ബ്യൂട്ടി മാർക്കിന്റെ 1ാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയും. ഷോറൂം സന്ദർശിക്കൂ, സമ്മാനങ്ങൾ നേടൂ.